ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കോൺഗ്രസ് ശരിക്കും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിനുള്ള വിത്ത് ബീഹാറിൽ പാകിക്കഴിഞ്ഞു. അതിൽ കായ് ഫലങ്ങൾ വിരിയുമോ എന്ന് നവംബർ 14 അറിയാൻ സാധിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ബീഹാറിൽ ലഭിച്ചത്. രാഹുലിന് പിന്നിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയെങ്കിലും അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ BJP തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് NDA അവകാശപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിലും എന്ന പോലെ കോൺഗ്രസ് കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു സംസ്ഥാനത്ത് 3.5 പതിറ്റാണ്ടായി കോൺഗ്രസിന് മുഖ്യമന്ത്രി ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ബീഹാർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് മഹാഗഡ്ബന്ധൻ തേരിലേറി വീണ്ടും ഒരംഗത്തിന് തയ്യാറെടുക്കുകയാണ്. സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാവുന്ന അസ്വാരസ്യവും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ഘട്ടത്തിലും ബീഹാറിൽ സജീവമാണ്. RJDയും കോൺഗ്രസും ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരത്തിൽ നിൽക്കാനടക്കം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയപ്പോഴാണ് തീരുമാനമാകുന്നത്. ബീഹാറിലെ 243 സീറ്റുകളിലെ 143 സീറ്റുകളിൽ RJD മത്സരിക്കുമ്പോൾ 61 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. ഇന്ത്യ സഖ്യത്തിലുള്ള CPIMLന് 20 സീറ്റും ബാക്കിയുള്ളവ മുകേഷ് സഹാനിയുടെ VIP-ക്കുമാണ്. സഖ്യത്തിൽ കോൺഗ്രസ് RJDയേക്കാൾ ബഹുദൂരം പിന്നിൽ. രണ്ടാം സ്ഥാനക്കാരായത് പെട്ടെന്നുണ്ടായ പാർട്ടിയുടെ പതനം മൂലമല്ല. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇല്ലാതെ ബീഹാറിനെ മാറ്റിയത് കോൺഗ്രസ് പാർട്ടിയുടെ പിഴവും ബീഹാറിലെ ജാതീയ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റവുമാണെന്ന് കാണാൻ സാധിക്കും. ലാലു പ്രസാദ് യാദവ് യുഗത്തിനും പിന്നീട് നിതീഷ് കുമാർ യുഗത്തിനും മുൻപ് കോൺഗ്രസ് അരങ്ങുവാണൊരു കാലം ബീഹാറിൽ ഉണ്ടായിരുന്നു. ബീഹാർ സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ശ്രീകൃഷ്ണ സിൻഹയായിരുന്നു. 14 വർഷക്കാലത്തോളം സിൻഹയുടെ മരണം വരെ അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായി തുടർന്നു. ശ്രീകൃഷ്ണ സിൻഹയുടെ മരണത്തോടെ ദീപ് നാരായണൻ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായി. വിനോദാനന്ദ് ജായും കൃഷ്ണ ഭല്ലഭ് സാഹയുമെല്ലാം പിന്നാലെ മുഖ്യമന്ത്രിമാരായി. 47 മുതൽ 67 വരെ കോൺഗ്രസ് തന്നെ ബീഹാറിൽ അധികാരത്തിൽ തുടർന്നു. സവർണർക്കും ദളിതർക്കും പിന്നോക്കക്കാർക്കുമെല്ലാം കോൺഗ്രസ് ആയിരുന്നു അവരുടെ ആശ്രയം. അവിടെ നിന്നാണ് വലിയ പതനത്തിലേക്ക് ബീഹാറിൽ കോൺഗ്രസ് നീങ്ങുന്നത്. 1967 KB സാഹയുടെ സർക്കാർ 2 വരൾച്ചകൾക്ക് ശേഷം നേരിട്ട തെരഞ്ഞെടുപ്പിൽ അടിപതറി. ജാതി രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടത് കോൺഗ്രസിനുള്ളിൽ വിഭാഗീയതയ്ക്കും ഗ്രൂപ്പ് പോരുമുണ്ടാക്കി. ബീഹാറിനെ ഇന്നും വലയ്ക്കുന്ന സവർണ പിന്നോക്ക വിഭാഗങ്ങളുടെ വടംവലി കൂടിയായിരുന്നു ആ കാലഘട്ടം. പിടിച്ചു നിൽക്കാനുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായി കോൺഗ്രസിന് കൃത്യമായ നിലപാട് ഇവിടെ അവതരിപ്പിക്കുന്നതിൽ പിഴവ് സംഭവിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വരൾച്ചയും 1967 തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ മാറ്റമാണ് അതിന്റെ കാതലെന്ന് കാണാം. അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി മഹാമായ പ്രസാദ് സിൻഹയിലൂടെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി വന്നു. അസ്ഥിരമായൊരു സർക്കാരിന്റെ ആടിയുലയലിൽ മുഖ്യമന്ത്രിമാർ ദിവസങ്ങൾക്കിടയിൽ മാറി മാറി വന്നു. ഒടുവിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. 68 കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നെങ്കിലും അസ്ഥിരമായി തുടർന്ന ബീഹാറിൽ 1967 മുതൽ 1980 വരെയുള്ള 13 വർഷക്കാലം 15 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഭിന്നത നിറഞ്ഞ സംസ്ഥാന നിയമസഭയ്ക്ക് 2 വാർഷിക സമ്മേളനങ്ങളിലും 6 ആഴ്ചയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി കർപ്പൂരി ഠാക്കൂറിലൂടെ ബീഹാർ പിടിച്ചു. ഇന്ദിരയുടെ 1980 തിരിച്ചുവരവ് ബീഹാറിലും പ്രതിഫലിച്ച് കോൺഗ്രസ് പിന്നീട് അധികാരത്തിൽ വന്നു. ജഗന്നാഥ് മിശ്ര എന്ന നേതാവിലൂടെ 1990 പടിയിറങ്ങും വരെ കോൺഗ്രസ് ബീഹാർ ഭരിച്ചു. മിശ്രയ്ക്ക് ശേഷം പിന്നീട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വാഴിക്കാൻ ബീഹാറിന് യോഗമുണ്ടായിട്ടില്ല എന്നും ഓർക്കേണ്ട കാര്യമാണ്.